എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ റൈഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ മോഡൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എയ്തർ 450 2024 Gen 4 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുന്നിലുള്ള ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്തറിൻ്റെ 450 വരുന്ന Gen 4 വേർഷനാണ്. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വേർഷനാണ് Gen 3 എന്ന് പറയുന്നത്. Gen 3യെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ടെക്നിക്കൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ എന്തായാലും വീഡിയോൻ്റെ മുന്നിൽ കാണിച്ചു തരാം. അത് മെയിനായിട്ട് എനിക്ക് വണ്ടീൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതുമാത്രമല്ല ഈ ഒരു വണ്ടീൻ്റെ വീഡിയോ തയ്യാറാക്കുന്നത് ഏകദേശം 2000 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിച്ചതിന് ശേഷമാണ്. അതായത് ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ട് അത്യാവശ്യം 2018 ശേഷം ഇന്ത്യയിൽ ഈ ഒരു വണ്ടി മാർക്കറ്റിലുണ്ട്. അപ്പം അതിനുശേഷം ഇത്രയും വർഷങ്ങളായിട്ടും കാര്യമായിട്ടുള്ള നെഗറ്റീവ് വശങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ കാര്യങ്ങളൊന്നും വരാത്തൊരു വണ്ടിയാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. അപ്പം ഈ ഒരു വണ്ടി ഞാൻ ഒരു 2 മാസത്തോളം ഉപയോഗിച്ച സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ചില ഡ്രോബാക്സ് ഉണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡും ഉണ്ട്. എല്ലാം ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ഡിസൈൻ്റെ ഭാഗത്തോട് നോക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ, ടെയിൽ ലൈറ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ആയിക്കോട്ടെ, എല്ലാം നമ്മളെ ആ ഒരു 2018 ശേഷം വന്നിട്ടുള്ള അതേ ഒരു ഡിസൈൻ തന്നെയാണ് കമ്പനി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നല്ല രീതിയിൽ എയറോഡൈനാമിക് ആണ്. ഭയങ്കര പുള്ളിംഗ് ഒക്കെയാണ് ഇതിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ബ്രേക്കിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ കമ്പനി ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 200 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പർ ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അതായത് നല്ല അഡ്വാൻസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. അതേപോലെ തന്നെ നല്ല പുള്ളിംഗ് ഉണ്ട്. ഇനീഷ്യൽ പുള്ളിംഗ് ഒക്കെ നമ്മൾ എത്ര ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ച് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ കമ്പനി ഇതിൽ തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഒരു ഫോർമാറ്റിനെ കുറിച്ചാണ്. ഇത് ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. 220 രൂപയാണ് ഇതിന്റെ ഒരു റേറ്റ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഈ ഒരു ഫ്ലോർ മാറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഷോറൂമിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 600 രൂപ വരുന്നുണ്ട്. അപ്പം ഈ ഒരു മാറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഷോറൂമിൽ നിന്ന് മേടിക്കുന്ന ഒരു നേരം കൊണ്ട് ഇത് നമുക്ക് ഒരു 3 മേടിക്കാം. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ലേഡീസ് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. ഈ ഫുഡ് സ്റ്റെപ്പ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യിച്ചതാണ്. 2500 ഇതിന് വില വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഗ്രാബ് റെയിലിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു ചേഞ്ച് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഡ്ഗാർഡിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴാണ്. ബാക്കത്തെ മഡ്ഗാർഡ് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട് മുന്നത്തെ വേർഷനെ വെച്ച് നോക്കുന്ന സമയത്ത്. അത് ചെളിയൊക്കെ തെറിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഇതുണ്ടായിരിക്കും. നമ്മൾ മുകളിലോട്ട് മറ്റേത് ചളി തെറിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബാക്ക് എന്നുള്ള ആ ഒരു ഡിസൈനിനെ പറ്റിയൊക്കെ പറയാന്നുണ്ടെങ്കിലും മുന്നത്തെ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ആ ഒരു ടെയിലിന്റെ സെക്ഷനിലൊക്കെ നോക്കുമ്പോൾ. പിന്നെ നമ്മൾ ഈ ഒരു ബാക്കത്തെ ബ്രേക്കിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്കിലത്തെ ആ ഒരു ബ്രേക്കിങ്ങിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ 190 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷന്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തുകൊണ്ട് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. സൈഡിൽ നിന്നുള്ള ഈ ഒരു ലുക്കൊക്കെ മാരകമായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എയറോഡൈനാമിക് ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു വണ്ടി സ്റ്റാൻഡിലിട്ട് കഴിഞ്ഞാലുള്ള ആ ഒരു ലീൻ ആംഗിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചരിഞ്ഞിട്ടാണ് നമ്മളെ ഈ ഒരു വണ്ടി സ്റ്റാൻഡിലിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ചെരിവ് കുറച്ച് കൂടുതൽ തന്നെയാണ്. അതെനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെയിൻ ഡ്രോബാക്ക് ആണ്. അപ്പം ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡിന്റെ ഈ ഒരു സെറ്റപ്പ് ഫീൽ ചെയ്തത് എന്നുള്ളത് എന്തായാലും കമന്റിൽ പറയാം. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ചാർജർ എവിടെയാണ് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു ഡോർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഓപ്പൺ ആവും. അതിൻ്റെ ഉള്ളിൽ ചാർജിങ് സോക്കറ്റ് കാണാം. പിന്നെ ഈ ഒരു സെൻട്രലായിട്ട് ചെറിയൊരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉള്ളിലോട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നോർമൽ കീ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിലൊന്നും കാര്യമായിട്ട് ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിന്റെ സീറ്റിന്റെ അടിയിലുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസ് എത്രത്തോളം ഉണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22 ലിറ്റർ ആണ് ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി വരുന്നത്. അതിൽ ചാർജർ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലോക്കലിലൊക്കെ ഓടുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ എപ്പോഴും ഈ ഒരു വണ്ടിയിൽ കൊണ്ടു നടക്കാറുണ്ട്. അപ്പം ഈ ഒരു ചാർജർ നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും നമുക്ക് വേറെ സാധനങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു LED സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ 450XHR എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു LED സ്ട്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് സംസാരിക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു വണ്ടിന്റെ മുകളിൽ കയറി ഇരിക്കുന്ന സമയത്ത് സീറ്റ് ഹൈറ്റിന്റെ ഭാഗത്തോട് നോക്കുമ്പോൾ 780 mm ആണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു സീറ്റ് ഹൈറ്റ് ആണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. എന്റെ ഹൈറ്റ് വരുന്നത് 171 സെന്റിമീറ്റർ ആണ്. പിന്നെ Gen 3 നിന്നും Gen 4 വന്നപ്പോൾ വന്ന ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാഷിന്റെ ഭാഗത്ത് ഈ ഒരു ജോയ്സ്റ്റിക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒരു
റിവേഴ്സിനുള്ള സെപ്പറേറ്റ് ബട്ടണും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മുകളിലായിട്ട് കിൽ സ്വിച്ച് ഒക്കെ കാണാം. അതൊക്കെ നോർമലി മറ്റുള്ള വണ്ടിയിലുള്ള അതേപോലെ തന്നെയാണ്. ഹാൻഡിൽ ബാറിൽ എയ്തർ എന്നുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതേപോലെ തന്നെ ഹോണിന്റെ ബട്ടൺ, അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ റൈഡിന്റെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലി പ്രീവിയസ് വേർഷനിൽ ഉണ്ടായിരുന്ന സെയിം തന്നെയാണ്. റിയർ വ്യൂ മിററിന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോൾ ജെൻ 3 അതേ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇഗ്നിഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നോക്കാം. സൈഡിലായിട്ടും കോർണറിൽ ബ്ലൂടൂത്തിന്റെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ആ ഒരു ബ്ലൂടൂത്ത് കോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോങ്സ് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കോൾ റിജക്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ഒരു ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പം പുതിയ ഒരു ടെക്നോളജി വൈസ് അപ്ഡേഷൻ വന്നിട്ടുള്ളതാണ്. നമുക്ക് അതേപോലെ തന്നെ പ്രീവിയസ് മ്യൂസിക്, അതേപോലെ നെക്സ്റ്റ് മ്യൂസിക്, ഏത് മ്യൂസിക്കാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് അറിയാൻ പറ്റും. താഴെ നമുക്ക് ഫ്രണ്ട് റൈഡ് ഇപ്പോൾ എത്ര കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്. ട്രിപ്പ് മീറ്റർ ഒന്നേ വന്നിട്ടുള്ളൂ. അതേപോലെ ഓഡോമീറ്റർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു വണ്ടി 2400 മുകളിൽ ഇപ്പോൾ നിലവിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു താഴെ ഈ ഒരു കോർണറിലായിട്ട് വരുന്നത്. ട്രിപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് റീസെറ്റ് ചെയ്യാം. പിന്നെ ഏത് മോഡിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളത് സെൻട്രലായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം റൈഡിലാണുള്ളത്. ഇനി ഈ ഒരു ബട്ടൺ അങ്ങോട്ടും റൈറ്റിലോട്ട് നീക്കുന്നതനുസരിച്ച് റൈഡ്, സ്പോട്ട്, വാർപ്പ് ഇങ്ങനത്തെ മോഡുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ മാപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മാപ്പ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു മാപ്പിൽ ചാർജിങ് സ്റ്റേഷൻസ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ കാണാം. അപ്പം എന്റെ പേര് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതറിന്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ്, ലൈസൻസ്, RC ബുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് ബ്രൈറ്റ്നസ്, കോൾസ്, അതേപോലെ ഇൻഡിക്കേറ്ററിന്റെ സൗണ്ട്, അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റിന്റെ സൗണ്ട്, നമ്മൾ റിവേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് വേണം എന്നുള്ളതാണ് ആ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഓട്ടോ ഹോൾഡിന്റെ ഓപ്ഷൻസ്, ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് വേറെ ആൾ കൊണ്ടുവന്ന സമയത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രാക്കിംഗ് ഓഫ് ആക്കി വെക്കണം എന്നുള്ളതാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റിംഗ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ്, അതേപോലെ ഓട്ടോമാറ്റിക് തീം, ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇഡുമി ഹോം ലാമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ നൈറ്റിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡോളം ലൈറ്റ് ഓൺ ചെയ്ത് നിൽക്കും, ഹെഡ്ലൈറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാനൊക്കെ ആ ഒരു ടൈമിലേക്ക് നമ്മൾ അസിസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാൾ സേഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വീണ് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കട്ടാക്കുന്ന ഒരു സംഭവം, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലാമ്പ് ഒക്കെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ബ്രൈറ്റ്നസിനെ കുറിച്ചൊക്കെ പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് ഉണ്ട്. നമ്മളിപ്പോൾ ഉച്ച സമയത്തൊക്കെ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ കൂടി നല്ല രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ വിസിബിൾ ആണ്. അതേപോലെ തന്നെ തീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇട്ട് കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്ത്, അതായത് രാത്രി ഇരുടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് ഡാർക്ക് മോഡിലോട്ട് മാറും. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഇൻഡിക്കേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേണിംഗ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആയിക്കോളും. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് സ്മാർട്ട് ഈക്കോ, അതേപോലെ തന്നെ ഓട്ടോ ഹോൾഡ്, ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു ഇറക്കത്തിലോ കയറ്റത്തിലോ ആണെങ്കിൽ ബ്രേക്ക് പിടിക്കാതെ തന്നെ വണ്ടി തന്നെ ആ ഒരു വണ്ടീനെ പിടിച്ച് നിർത്തിക്കോളും. ആ ഒരു സെറ്റപ്പ്. ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ കോസ്റ്റിംഗ് അല്ലെങ്കിൽ റീജൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ കാണാം. അതായത് ഇറക്കത്തിലൊക്കെ ബ്രേക്കും ആക്സിലറേറ്ററും യൂസ് ചെയ്യാതെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചാർജ് ആവുന്ന ഒരു സിസ്റ്റമാണ് അത്. പിന്നെ കണക്ടിവിറ്റിന്റെ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ കോളിന്റെയും അതേപോലെ ഏത് ഫോണാണ് കണക്ട് ചെയ്തതെന്നൊക്കെ കാണും. പിന്നെ നോട്ടിഫിക്കേഷൻസ് പറയുന്ന ആ ഒരു സംഭവം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസ്പ്ലേന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഹാങ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് അത് ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. അപ്പം ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതിന്റെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, സസ്പെൻഷന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുള്ള റഫ് റോഡുകളിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ നല്ല നൈസ് റോഡുകളിൽ ഓടിച്ചിട്ടുണ്ട്. ഈ രണ്ട് സമയത്തും ഇതിന്റെ ഒരു സസ്പെൻഷൻ, അതായത് നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ പോകുന്ന സമയത്താണെങ്കിലും സ്ലോ സ്പീഡിലാണെങ്കിലും നല്ല കുഴികളൊക്കെ ഉള്ള റോഡിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ കൂടി ഇതിന്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സോഫ്റ്റ് ആണ്. എത്ര മോശപ്പെട്ട റോഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു കംഫർട്ട് ഫീലിംഗ് ആണ് ഇതിന്റെ മുകളിൽ കയറിയിരുന്ന് ഓടിക്കുന്ന സമയത്ത്. അപ്പം അത് എനിക്ക് പറയാനുള്ള ഒരു പോസിറ്റീവ് കാര്യമാണ്. ഫ്രണ്ടത്തെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ടെലിസ്കോപ്പിക് ആണ്, ബാക്കത്തെ മോണോ ഷോക്ക് ആണ്. അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കമ്പനി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രേക്കിങ്ങിന്റെ ഭാഗത്തോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എനിക്ക് പോസിറ്റീവ് ആയിട്ടാണ് പറയാനുള്ളത്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർപ്പിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നല്ല പുള്ളിങ് ആണ്, നല്ല രീതിയിൽ കയറിപ്പോവും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നത് ഇതിന്റെ ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എക്കണോമിയിൽ ഓടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. അപ്പം എക്കണോമിയിൽ നമുക്ക് എല്ലാ സമയത്തും ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൂല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വില്യണൊക്കെ ഉള്ള സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പവർ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ ഉള്ളതാണ്. ലോ പവറിൽ ഓടിക്കുക എന്നുള്ളതാണ്, എനർജി കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ഒരു എക്കണോമി എന്ന് പറയുന്നത് കൊണ്ട്
കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കണോമിയിൽ എനിക്ക് ഏകദേശം 60 കിലോമീറ്ററിൻ്റെ മുകളിൽ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അധിക സമയങ്ങളിലും അതൊരു 35-40 കിലോമീറ്ററിലെ പോകണുള്ളൂ. ചെറിയൊരു സ്ലോപ്പൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ പോകാന്നുണ്ടെങ്കിൽ തന്നെ എക്കണോമി യൂസ്ഫുൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ ഓടിക്കാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ റൈഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ മോഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കും, കുറച്ചും കൂടെ പുള്ളിങ് ഉണ്ട്. ഈ ഒരു നോർമൽ ഓട്ടത്തിനൊക്കെ നമ്മൾ റൈഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോശമല്ലാത്തൊരു റേഞ്ചും കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ, അതായത് ഈ ഒരു സിസ്റ്റം ചില സമയത്ത് ഹാങ് ആവുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിൽ നിൽക്കുക, ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്പ്ലേയിൽ ഒന്നും കാണിക്കാതെ നിൽക്കുക. സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, മൂവ് ആവുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഡിസ്പ്ലേയിൽ ഒന്നും കാണിക്കാതെ ബ്ലാക്ക് കളറിൽ നിന്നിട്ടുള്ള ചില സമയങ്ങളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഫസ്റ്റ് സർവീസ് ആയി കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ചോദിച്ചു നോക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൈഡ് സ്റ്റാൻഡിന്റെ ആ ഒരു ചെരിവ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേ ചില സമയങ്ങളിൽ ഹാങ് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് ഓടിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എക്കണോമിയിൽ ഓടിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഒരു പുള്ളിങ് ആണ്, ചില സമയത്ത് ഭയങ്കര രീതിയിൽ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സസ്പെൻഷൻ ഓക്കെയാണ്, ബ്രേക്കിംഗ് ഓക്കെയാണ്, വണ്ടിന്റെ ബിൽഡ് ക്വാളിറ്റി ഓക്കെയാണ്, നല്ല പാക്കിംഗ് സിസ്റ്റം ആണ് ഇതിൽ ബാറ്ററിന്റെ ഒക്കെ ഒരു ഭാഗത്തോടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല സേഫ്റ്റി കൺസേൺ ആണ് ഇതിന്റെ ഒരു ഭാഗത്തോട് നോക്കുമ്പോൾ. സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഏതർ ഈ ഒരു വണ്ടീനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു ചേസിസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അലുമിനിയം ഷാസിയാണ് ഈ ഒരു വണ്ടിയിൽ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ രാത്രിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വണ്ടിന്റെ ചാർജിംഗ് സെറ്റപ്പിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ചാർജിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് എയ്തർ ഗ്രിഡ് എന്ന് പറയുന്ന പബ്ലിക് ചാർജേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ 1 മിനിറ്റിന് 1 രൂപ വെച്ചിട്ടാണ് ചാർജ് ആക്കുന്നത്. 1 മിനിറ്റിന് 1 രൂപ അതിന്റെ ടാക്സ്, അങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്കൊരു 10% ഒക്കെ ബാലൻസ് ഉള്ള സമയത്ത് നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് എയ്തർ ഗ്രിഡിൽ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ് 45 മിനിറ്റിന്റെ അടുത്തൊക്കെ ഇടുമ്പോഴത്തേനും ഏകദേശം 80% ലെവലിൽ വണ്ടി ചാർജ് ആവുന്നുണ്ട്. ഏകദേശം ഒരു 80 കിലോമീറ്റർ എക്കണോമിയിൽ ഓടിക്കാനുള്ള രീതിയിലുള്ള ഒരു ബാക്കപ്പും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം ആ ഒരു സംഭവം നമ്മൾ എയ്തർ ഗ്രിഡിൽ പബ്ലിക് ചാർജേഴ്സിൽ കൊണ്ടിടുന്ന സമയത്ത് ഏകദേശം നമ്മൾ എത്ര മിനിറ്റ് ആണ് ഇടുന്നത് അത്ര രൂപ വരും. അതായത് ഒരു 10 മിനിറ്റ് ഇടാന്നുണ്ടെങ്കിൽ 10 രൂപയും അതിന് ടാക്സും ആണ് വരുന്നത്. നമ്മൾ വീട്ടിലാണ് ചാർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 110 കിലോമീറ്റർ നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കാൻ ഏകദേശം 20 രൂപേന്റെ ഒക്കെ അടുത്തായിട്ട് നമ്മളെ കറണ്ട് ബില്ല് വരുള്ളൂ. അത് നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫണ്ട് വരുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓക്കെ ആണ്, പെട്രോൾ ബൈക്കുകൾ അപേക്ഷിച്ചിട്ട് നമ്മൾ പെട്രോൾ 1 ലിറ്റർ മേടിക്കുന്നതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിലും കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വണ്ടി ആരൊക്കെ മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടേഴ്സ് നോക്കുന്ന ആൾക്കാർ, അതായത് കുറച്ചും കൂടെ മണി സേവിംഗ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് പെട്രോൾ സ്കൂട്ടറിനെ അപേക്ഷിച്ചിട്ട് എങ്ങനെ പോയാലും ഇതിന്റെ ഇപ്പം 5 കൊല്ലം കഴിഞ്ഞിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ബാറ്ററി ഓരോരോ സെല്ലായിട്ടാണ് ചേഞ്ച് ചെയ്യുക. പക്ഷേ ബാറ്ററി കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൂടി ആ ഒരു റേറ്റ് നമ്മൾ പെട്രോൾ അടിച്ചതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടിന്റെ മെയിൻ്റനൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ് പെട്രോൾ സ്കൂട്ടറും ഇതും തമ്മിൽ വരുന്നത്. അപ്പം ആ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.